ഈ ഒരു അവസ്ഥയ്ക്ക് ആങ്ഷ്യസ് അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. അമിത ഉത്കണ്ഠയുള്ള വ്യക്തിത്വ വൈകല്യം എന്ന് മലയാളത്തിൽ പറയാം. ചെറുപ്പം തൊട്ടേ തന്നെ വല്ലാത്ത ഉത്കണ്ഠയാണ്. പുതിയൊരു സ്ഥലത്ത് ചെന്നാൽ, പുതിയ ആളുകളോട് സംസാരിക്കുമ്പോൾ, പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചാൽ ഒക്കെ എങ്ങനെയെങ്കിലും അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിപ്പോകാനുള്ളൊരു പ്രവണതയാണ്. പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ അത് സ്വീകരിക്കേണ്ടി വരും. പതുക്കെ പതുക്കെ അതുമായിട്ടങ്ങ് മുന്നോട്ട് പോയാൽ അത് വിജയിക്കാനും പറ്റും. ഇവിടെ ബാങ്കിൽ വീട്ടിനടുത്തുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പ്രയാസമില്ല. പക്ഷേ ദൂരെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വ്യാകുലതയായി, വെപ്രാളമായി, ജോലി രാജിവെക്കണമെന്നുള്ളൊരു പ്രവണതയും വന്നു. ഇപ്പോൾ ഈ ആങ്ഷ്യസ് അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ചെറുപ്പം തൊട്ടേ ഉള്ളൊരു അവസ്ഥയാണ്. കുട്ടിക്കാലം തൊട്ടേ അതിൻ്റെ ലക്ഷണങ്ങൾ കാണും. അത് കൗമാരത്തിലത് അല്പം തീവ്രമാകും. യൗവനത്തിലേക്ക് എത്തുമ്പോൾ അതൊരു മൂർധന്യാവസ്ഥ പ്രാപിക്കും. നമ്മളെ 100% അംഗീകരിക്കുന്ന, സ്വീകരിക്കുന്ന, നമുക്ക് സഹായകമായി നിൽക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ചെന്ന് പുതിയൊരു സാഹചര്യം നേരിടാൻ ഇവർക്ക് പ്രയാസം വരും. അപ്പോൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മനഃശാസ്ത്ര ചികിത്സകൾ ഇവർക്ക് വേണ്ടിവരും. അതോടൊപ്പം ഉത്കണ്ഠ കുറയ്ക്കാനുള്ള മരുന്നുകളും സഹായിക്കും. കൃത്യമായ ചികിത്സ എടുത്താൽ ഘട്ടം ഘട്ടമായിട്ട് ഈ ബുദ്ധിമുട്ട് കുറഞ്ഞു വരും.